കൂൾപാഡ് എന്ന കമ്പനിയുടെ കൂൾപാഡ് ഡെജോങ് 3 അതുപോലെ തന്നെ ഡെജോങ് 3 പ്രോ എന്നീ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കൂൾപാഡ് ഡെജോങ് 3 അതുപോലെ തന്നെ 3 പ്രോ എന്നീ ഫോണുകളെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പല ഫീച്ചേഴ്സും രണ്ട് ഫോണുകളും സെയിം ആയിട്ടാണ് വരുന്നത്. ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫോണുകളുടെ ഡിസ്പ്ലേ ആണ്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണുകളിലും വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നേക്കഡ് ഐ 3D ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് സാധാരണ നമ്മൾ 3D കാണണമെന്നുണ്ടെങ്കിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഫോണുകളുടെ ഡിസ്പ്ലേയിൽ നമുക്ക് 3Dയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അതിന് സെപ്പറേറ്റ് ഒരു ഗ്ലാസ് ഒന്നും വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ ആ ഒരു 3D എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഫീച്ചർ ചില ടാബുകളിലൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ചേ കൊടുത്തിട്ടുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 3D സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 പർപ്പിൾ ലൈൻ ജുൻറോയ് T760 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 3 പ്രോയിൽ MediaTek Dimensity 900 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. ഇത് കേട്ട് പരിചയമുള്ള പ്രോസസ്സറാണ്. മറ്റേ പ്രോസസ്സർ ആദ്യമായിട്ട് പേര് കേൾക്കുന്ന ഒരു പ്രോസസ്സറാണ്. എന്തായാലും ഈ പ്രോസസ്സറുകളാണ് ഈ ഫോണിൽ വരുന്നത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ 3ൽ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 3 പ്രോയിൽ 8GB റാമും 256GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിലുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. 3ൽ 13 MP മെയിൻ ക്യാമറ സെൻസറും പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. എന്നാൽ 3 പ്രോയിലോട്ട് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറ സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകളിലും 4500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3ൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 3 പ്രോയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3യുടെ വില വരുന്നത് 1499 യുവാനാണ്, അതായത് 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ. 3 പ്രോയുടെ വില വരുന്നത് 2199 യുവാനാണ്, അതായത് 25,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 3D ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആകെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത് ആ ഒരു 3D ടെക്നോളജി മാത്രമാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം കൂൾപാഡ് ഇപ്പോൾ അടുത്തായിട്ട് അധിക ഫോണുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ഫീച്ചറുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോണുകൾ. ഈ ഒരു ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.